വർഷം നിക്ക് ഞാനും ഉണ്ട്. നീ പോയില്ലേ, വാ വേഗം പോവാം. ഇല്ലെങ്കിൽ ആ ദീപ്തി അവിടെയുള്ള എല്ലാരെയും ക്യാൻവാസ് ചെയ്ത് എല്ലാ വോട്ടും അവിടെ കിട്ടുവാനാക്കും. അത് ശരിയാ, വേഗം പോവാ. അല്ലെങ്കിൽ നിന്റെ ചേട്ടന് ഒറ്റ വോട്ട് പോലും അവള് ബാക്കി വെക്കൂല. എല്ലാരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. എന്തൊക്കെ ശരണ്യ, നീ മിനിഞ്ഞാന്നല്ലേ വീട്ടിൽ പോയത്? എത്തിയോ? ഇരിക്കും. കോമഡി വരുന്നില്ലാത്ത. അല്ല, ഏപ്രിൽ 4 മഞ്ചോരയിൽ കാണാൻ വരുന്നില്ല നീ? പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്ന് കാണാൻ വരാതെയോ? അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ സ്നേഹയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. കെട്ടിയോ പോലെ അറിയാത്ത ഫേക്ക് ആണ്. എനിക്ക് അവൾ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എല്ലാരും എത്തി. എന്റെ ഭൂരിപക്ഷം അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇതെന്തെങ്കിലും ഓറഞ്ച് ഒക്കെ ഇട്ട് പൂക്ക് കൊടുക്കാനാ? ഇത് ഞാൻ വീട്ടിലേക്ക് വാങ്ങിയതാ, പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞു. അത് ശരിയാ. അഞ്ജലി നേരത്തെ എത്തിയോ? ഇന്നാളെ വീട്ടിൽ വന്നപ്പോ കാണാൻ പറ്റില്ല. വോട്ടപ്പ ചേട്ടൻ തന്നെ അല്ലേ? ഭാവി നോക്കി എല്ലാം ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ എല്ലാരും എത്തിയില്ലേ? തുടങ്ങല്ലേ? എന്നാ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ചായ എടുക്കാം. ചായയോ? ഈ ചൂടത്തോ? നല്ല ജ്യൂസും മതിയായിരുന്നു ദീപ്തി. ജ്യൂസ്? അത് പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ഇരിപ്പില്ല, അതുകൊണ്ടാ ഞാൻ ചായ. അതിനെന്താ, ഫ്രൂട്ട്സ് എന്റെ ഉണ്ടല്ലോ. നല്ല മധുരമുള്ള ഓറഞ്ചാ, നല്ല ദാഹമുണ്ട്. പെട്ടെന്നുണ്ടായിരിക്കും. ആ ജ്യൂസ് അടിക്കുന്ന നേരം കൊണ്ട് ഇവിടെയുള്ള എല്ലാ വോട്ടും എന്റെ ചേട്ടനാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നാ പോയി ചേച്ചി ജ്യൂസ് ഉണ്ടാക്കിക്കോ, വെറുതെ സമയം കളയണ്ട. അല്ല, ഇന്ന് രാവിലെ ഇവിടുത്തെ മിക്സി ഒന്ന് കേടായി. വൈകുന്നേരം നന്നാക്കാൻ പോണെന്ന് ആലോചിച്ചതാ, പക്ഷെ അപ്പോഴാ മീറ്റിങ്ങിന്റെ കാര്യം ഓർമ്മ വന്നേ, സമയം കിട്ടിയില്ല. ഒരു മിക്സിയുടെ ഭാവി പോലും നോക്കാൻ അറിയാത്തവരൊക്കെ ഇങ്ങനെ ഈ ഹരിപ്പാടിന്റെ ഭാവി മാറ്റാൻ പോകുന്നതെന്ന് എനിക്കറിയാത്ത. പിന്നെ ഈ ഭാവിയും ഭൂതവും ഒക്കെ നോക്കിയപ്പോ എങ്ങനെ സാധനം മേടിക്കാനാ? ഭൂതത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷെ ഫ്യൂച്ചർ അത് എന്തായാലും നോക്കണം. ഫ്യൂച്ചർ നോക്കിയാൽ മാത്രം പോരാ, ഫ്യൂച്ചർ തന്നെ വാങ്ങണം. ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാം. ഏപ്രിൽ 4 മുതൽ മൈജി ഫ്യൂച്ചർ ഹരിപ്പാടുണ്ടല്ലോ. നിന്റെ ചേട്ടനോട് നല്ലൊരു മിക്സി വാങ്ങിത്തരാൻ പറ. ഏതായാലും മൂപ്പർക്ക് കിട്ടാത്ത വോട്ട് വെച്ച് വേർക്കാനുള്ളതല്ലേ. ഡെയിലി ഒരു ജ്യൂസ് അങ്ങോട്ട് അടിച്ചു കൊടുക്ക്. ആ ക്ഷീണം അങ്ങോട്ട് മാറട്ടെ. നാട്ടിൽ തട്ടും കാട്ടി മുൻപേ നടന്നവർ